ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് 3 വെറൈറ്റി ആയിട്ടുള്ള ഫ്ലവറിങ് പ്ലാന്റ്സുമായിട്ടാണ്. അപ്പോൾ ഇതിന് ധാരാളം പ്രത്യേകതകളുണ്ട്. 3ഉം വ്യത്യസ്തമായിട്ടുള്ള ഒരു രീതിയാണ് വളർച്ചയിലൊക്കെ ഉള്ളത്. അപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ ഇതിനെക്കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നുണ്ട്. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. ഇത് പ്രോയിഫൈസ് എന്ന പ്ലാന്റ് ആണ്. കാർഡ്വെൽ ലില്ലി, നോർത്തേൺ ക്രിസ്മസ് ലില്ലി തുടങ്ങിയ പേരുകളിലൊക്കെ ഇത് അറിയപ്പെടുന്നു. ധാരാളം ലീഫുകൾ ഉണ്ടാവും. വർഷത്തിൽ ഒരു പ്രാവശ്യം മാത്രമേ ഫ്ലവേഴ്സ് ഉണ്ടാകുകയുള്ളൂ. അതുപോലെ കണ്ടിലെ പൂക്കൾ വരുന്നത് ഇലകൾക്കിടയിൽ നിന്നും ഒരു തണ്ട് മുകളിലോട്ട് വന്നിട്ട് അതിലാണ് പൂക്കൾ ഉണ്ടാവുന്നത്. അതിൽ തന്നെ നിറയെ പൂക്കൾ ഉണ്ടാവുകയും ചെയ്യും. നല്ല ഷൈനിങ്ങോട് കൂടിയിട്ടുള്ള ലീഫാണ് ഈ പ്ലാന്റിനുള്ളത്. അപ്പോൾ ഫ്ലവർ ഇല്ലെങ്കിലും നമുക്ക് നമ്മുടെ ഗാർഡനിൽ സെറ്റ് ചെയ്യാൻ പറ്റിയ നല്ലൊരു പ്ലാന്റാണിത്. നല്ല ഷൈനിങ്ങോട് കൂടിയിട്ടുള്ള പ്ലാന്റാണ്. എനിക്കിപ്പോൾ ഇത് കിട്ടിയത് ഒരു 6 വർഷങ്ങൾക്ക് മുൻപാണ്. പ്രത്യേകിച്ച് വളമോ ഒന്നും ഞാൻ ചെയ്യാറില്ല. ഇത് പോട്ടിലാണ് വളർത്തിയിരിക്കുന്നത്. വർഷത്തിൽ ഒരു തവണ പൂക്കൾ ഉണ്ടാവുകയും ചെയ്യും. അല്ലാതെ നല്ല ലീഫ് പ്ലാന്റായിട്ട് നല്ല ഭംഗിയോടുകൂടി ഗാർഡനിൽ നിൽക്കുകയും ചെയ്യും. ഇതിൻ്റെ റൂട്ടിൻ്റെ ഭാഗത്ത് കിഴങ്ങുകളാണ് അടങ്ങിയിട്ടുള്ളത്. കിഴങ്ങോട് കൂടിയതാണ്. അപ്പോൾ ഇത് ജലാംശം അതിൽ വലിച്ചെടുക്കുകയും നമ്മൾ നനച്ചില്ലെങ്കിലുമൊക്കെ ഈ ഒരു പ്ലാന്റ് ഫ്രഷായിട്ട് നിലനിർത്താൻ ഈ ഒരു റൂട്ട് സഹായിക്കുന്നുണ്ട്. അതുപോലെ ഇതിൻ്റെ പ്രൊപ്പഗേഷനും എളുപ്പമാണ്. ഇതിൻ്റെ ആ കിഴങ്ങുണ്ടല്ലോ, ആ കിഴങ്ങ് നമുക്ക് എടുത്തിട്ട് മറ്റൊരു പോട്ടിലോട്ട് മാറ്റി നട്ടു കൊടുക്കാവുന്നതാണ്. അതുപോലെ ഇത് വെറും നിലത്തും നമുക്ക് നട്ടു വളർത്താവുന്നതാണ്. ഈ ഫ്ലവറിങ്ങിൻ്റെ സമയത്തല്ലാതെ നിറയെ ലീഫുകൾ ഉണ്ടാവും. നല്ല വലിയ രീതിയിൽ തന്നെ ലീഫുകൾ വരും. പിന്നെ ഇതിന് നല്ല ഷൈനിങ്ങോട് കൂടിയിട്ടുള്ള ലീഫായിരിക്കും. പെട്ടെന്ന് നശിച്ചു പോവാത്ത ഒരു വെറൈറ്റി പ്ലാന്റ് ആണ്. കിഴങ്ങില്ലാതെ തണ്ടോട് കൂടിയിട്ടുള്ള ലീഫ് നമുക്ക് മാറ്റി നട്ടാലും മറ്റൊരു പോട്ടിലേക്ക് നട്ടാലും പുതിയ തൈകൾ പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കുവാൻ പറ്റും. അത് ഈ ഒരു ചെടിയുടെ പ്രത്യേകതയാണ്. ഞാൻ അങ്ങനെ നട്ടിട്ട് വളർത്തിയിട്ടുള്ളതാണ്. മറ്റൊരു പോട്ടിലോട്ട് ഞാൻ ഇത് പെട്ടെന്നൊന്നും ഇത് നമുക്ക് അടർത്തി മാറ്റാൻ പറ്റില്ല. ഇതിൽ നിന്ന് കിഴങ്ങ്, ഇത് വലിയൊരു കിഴങ്ങിൽ നിന്നാണ് കൂടുതലായിട്ട് ലീഫ് വരുന്നത്. അപ്പോൾ ഒരു കിഴങ്ങ് മാത്രമേ അതിനുണ്ടാവുകയുള്ളൂ. മറ്റൊരു സീസണൽ ഫ്ലവറിങ് പ്ലാന്റ് ആണ് ഗ്ലോക്സിനിയ എന്നാണ് അറിയപ്പെടുന്നത്. ഈ പ്ലാന്റ് കാൻറ്റർബറി ബെൽസ് എന്നും അറിയപ്പെടുന്നുണ്ട്. ഒരു ബെൽ ഷേപ്ഡ് ഫ്ലവറാണ് ഉള്ളത്. ഇത് വയലറ്റർ ലാവൻഡർ മിക്സ് ചെയ്തിട്ടുള്ള ഒരു കളറാണ്. നല്ല ഭംഗിയാണ് ഈ ഒരു ഫ്ലവർ കാണാൻ. ഇതൊരു സീസൺ പ്ലാന്റ് ആണല്ലോ. അപ്പോൾ ഇത് വർഷത്തിൽ ഇങ്ങനെ ഫ്ലവറിങ് കഴിഞ്ഞ ഒരു സീസൺ കഴിയുമ്പോൾ ഇത് നശിച്ചു പോകുമ്പോൾ മണ്ണിനടിയിൽ കിഴങ്ങുണ്ടാവും. ആ കിഴങ്ങിൽ നിന്ന് മഴ തുടങ്ങുമ്പോൾ നെക്സ്റ്റ് സീസണിൽ ജൂൺ ജൂലൈ മാസത്തോടു കൂടി ഈ ഒരു ചെടി വളർന്നു വരികയും ഇതുപോലെ പൂക്കൾ ഉണ്ടാവുകയും ചെയ്യും. ഇതിൻ്റെ ഓരോ നോട്ട്സിലും ഇങ്ങനെ ഫ്ലവേഴ്സ് ഉണ്ടാവും. അതുപോലെ ഒരു എഗ് ഷേപ്പിൽ, ഒരു സ്മോൾ എഗ് ഷേപ്പിലുള്ള മൊട്ടുകളായിരിക്കും ഈ ഒരു ഫ്ലവറിന്. ഇതിൻ്റെ 10ഓളം വെറൈറ്റീസ് അവൈലബിൾ ആണ്. ഇത് നമുക്ക് ഓൺലൈനിൽ ലഭിക്കുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ കിഴങ്ങ് നട്ട് നമുക്ക് ഇങ്ങനെ തൈകൾ വളർത്തിയെടുക്കുവാൻ പറ്റും. 10ഓളം കളറിലും അവൈലബിൾ ആണ്. ഇതിൻ്റെ ലീഫും വളരെ ഭംഗിയുള്ളതാണ്. കുറച്ച് നല്ല വലിപ്പത്തോട് കൂടിയിട്ടുള്ള ലീഫാണ്. കണ്ടില്ലേ, നിറയെ കുലകുലകളായിട്ട് പൂക്കൾ ഇങ്ങനെ വരും. ഓരോ പൂക്കൾ ഇങ്ങനെ നശിക്കുമ്പോൾ പുതിയ പുതിയ പൂക്കൾ വരും. പെട്ടെന്ന് ഒടിഞ്ഞു പോവാൻ സാധ്യതയുള്ള ഒരു റെഡ് കളറിലുള്ള തണ്ടാണ്. ഈ ഒരു സ്റ്റെം കട്ട് ചെയ്തിട്ട് നമുക്ക് പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കാനും പറ്റും. എനിക്കൊരു സ്റ്റെമ്മാണ് കിട്ടിയിരുന്നത്. ഞാൻ അതാണ് പ്രൊപ്പഗേറ്റ് ചെയ്തത്. ഇതിൻ്റെ കിഴങ്ങ് നശിക്കാതെ മണ്ണിനടിയിൽ എപ്പോഴും ഉണ്ടാവുകയും ചെയ്യും. ഇത് ഈ ഒക്ടോബർ നവംബർ മാസങ്ങളിലാണ് കൂടുതൽ ഫ്ലവേഴ്സ് വരുന്നത്. അതുവരെ ഇത് മഴ ലഭിക്കുമ്പോൾ തൈകൾ വരികയും നല്ല ഒരു ഇലകളോട് കൂടി നിൽക്കുകയും ചെയ്യും. തണ്ടുകൾ ഇങ്ങനെ പെട്ടെന്ന് ഹൈറ്റിൽ വളരുകയും അത് ഒടിഞ്ഞു പോകാനുള്ള ഒരു സാധ്യത ഉണ്ടാവുകയും ചെയ്യും. അപ്പോൾ നമുക്കിത് പോട്ടിലും വളർത്തിയെടുക്കുവാൻ പറ്റും. പോട്ടിൽ വളർത്തുമ്പോൾ നന്നായിട്ട് കെയർ ചെയ്യേണ്ടതാണ്. അല്ലാതെ വെറും മണ്ണിൽ നട്ടുകൊടുക്കുമ്പോൾ പ്രത്യേകിച്ച് അതിന് കെയറിംഗ് ഒന്നും ആവശ്യമില്ല.
അത് നശിച്ച് പിറ്റേ വർഷം ഇതുപോലെ സീസൺ ആകുമ്പോൾ നല്ല തൈകളായിട്ട് വരികയും ചെയ്യും. മറ്റൊരു ഫ്ലവറിംഗ് പ്ലാന്റാണ് ടെർനേര സുബുലാറ്റ. വൈറ്റ് ബട്ടർ കപ്പ് തുടങ്ങിയ പേരുകളിലൊക്കെ ഇതറിയപ്പെടുന്നുണ്ട്. നമ്മുടെ നാട്ടിൻപുറങ്ങളിൽ സാധാരണ കണ്ടുവരുന്ന ഒരു ചെടിയാണിത്. തൊടിയിലുമൊക്കെയാണ് ഈ ചെടി കാണപ്പെടാറ്. ഏകദേശം ഒരു 10 മണി പൂക്കളോട് സാമ്യമുള്ള ഒരു ചെടിയാണ്. ഇലകൾക്കൊക്കെ വ്യത്യാസമുണ്ട്. അങ്ങനെ 10 മണിയുടെ ചെടിയെ പോലെ ഒരു വാട്ടറിങ് ആയിട്ടുള്ള ഒരു തണ്ടല്ല ഇതിന് അല്പം തിക്കായിട്ടുള്ള നല്ല സ്റ്റെമ്മാണുള്ളത്. ഇത് പ്രൊപ്പഗേറ്റ് ചെയ്ത് എടുക്കാനും വളരെ എളുപ്പമാണ്. ഇതിൻ്റെ സ്റ്റെം കട്ട് ചെയ്ത് നമുക്ക് പുതിയ തൈകൾ ഉണ്ടാക്കാം. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈ പൂക്കൾ ഒരു രാവിലെ 8 മണിയോട് കൂടിയാണ് വിടരുന്നത്. അതുപോലെ ഒരു 12 മണി 1 മണി ആകുമ്പോഴേക്കും ഇതൊക്കെ വാടിപ്പോവുകയും ചെയ്യും. കണ്ടാൽ അങ്ങനെ തോന്നില്ല, സെൻസിറ്റീവ് ഫ്ലവർ ആണെന്ന് തോന്നില്ല. 10 മണി പൂക്കളേക്കാൾ ഭംഗിയുണ്ട് ഈ ഒരു പൂക്കൾ കാണാനായിട്ട്. ഇതൊരു പാഷൻ ഫ്ലവർ ഫാമിലിയിലുള്ള പ്ലാന്റ് ആണ്. അപ്പോൾ നമുക്ക് തൊടിയിലൊക്കെ കാണാൻ കഴിയും ഈ ഒരു പ്ലാന്റ്. പെട്ടെന്ന് തന്നെ നമുക്ക് പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. പ്രത്യേകിച്ച് കെയറിംഗ് ഒന്നും വേണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ. മഴക്കാലത്ത് ഇതിന് തണ്ട് ചീച്ചലോ അതുപോലുള്ള ഓരോ അസുഖങ്ങളും വരാറില്ല. സാധാരണ നമ്മളെ 10 മണിയേക്കാൾ കൂടുതലായിട്ട് നിലനിൽക്കുന്ന ഒരു പ്ലാന്റ് കൂടിയാണിത്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഈ ഫ്ലവറിംഗ് പ്ലാന്റ്സ് ഒക്കെ ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നല്ല ഒരു വീഡിയോയുമായിട്ട് ഞാൻ ഉടൻ തന്നെ വരുന്നതായിരിക്കും. എല്ലാവർക്കും താങ്ക്